ഈ ഓണക്കാലത്ത് കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധം വിലക്കയറ്റാണുള്ളത്. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും പലചരക്ക് സാധനങ്ങൾക്കും വരെ നല്ല വില കൂടിയിട്ടുണ്ട്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ ഓണത്തെ എങ്ങനെയാണ് സർക്കാർ നേരിട്ടത് എന്ന് നിങ്ങളൊക്കെ കണ്ടതല്ലേ എന്നാണ് ചോദിച്ചത്. ഈ ഓണം എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയാണ് കേരളത്തിൻ്റെ സർക്കാർ ഈ വിലക്കയറ്റത്തെ നേരിട്ടത്, നിയന്ത്രിച്ചത് എന്ന് നമുക്കൊന്ന് കാണാം. വിലക്കയറ്റം നിയന്ത്രിച്ച് കിലോ 50 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് 68 രൂപയാണ്. ഇപ്പോൾ പായസത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ശർക്കരയ്ക്ക് 80 രൂപ വരെ ആയിരിക്കുന്നു. മഞ്ഞൾപ്പൊടി, മുളകുപൊടി ഉൾപ്പെടെയുള്ള മസാലപ്പൊടികൾക്കും വില കൂടിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് കിലോ 30 രൂപ ഉണ്ടായിരുന്ന വലിയ ഉള്ളിക്ക് 50 രൂപയായിട്ടുണ്ട്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒക്കെ 200 രൂപ വരെ എത്തിയിരിക്കുന്നു. വിലക്കയറ്റം നിയന്ത്രിച്ച് വില നല്ല വില തന്നെ. പച്ചക്കറിയൊക്കെ വാങ്ങല്ലാണ്ട് മാർഗ്ഗമില്ലല്ലോ. വിലയൊക്കെ കൂടുതലാണ്. കണ്ടില്ലേ ഏത് രീതിയിലാണ് വിലക്കയറ്റം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും സർക്കാരും നിയന്ത്രിച്ചതെന്ന് നിങ്ങൾ കണ്ടില്ലേ. ഈ രീതിയിലുള്ള വിലക്കയറ്റം കേരളത്തിൽ ഉണ്ടാകുമ്പോഴും അയാൾ മാധ്യമങ്ങളോട് അതല്ലെങ്കിൽ മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് ഞങ്ങൾ വിലക്കയറ്റം നിയന്ത്രിച്ചു എന്നൊക്കെ പ്രസംഗിക്കുകയാണ്. അതിനൊക്കെ ഇയാൾക്ക് തന്നെ കഴിയുള്ളൂ. വമ്പിച്ച വിലക്കയറ്റ കേരളത്തിൽ. ഈ കേരളം 1956 രൂപീകരിച്ചതിന് ശേഷം ഏത് ഭരണം വന്നോട്ടെ, UDF ആയിട്ട് LDF ആയിക്കോട്ടെ, ഇത്തരം വിലക്കയറ്റമായ ഒരു കാലഘട്ടം ഉണ്ടായില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ 55 വയസ്സായിരിക്കും. ഈ 55 വയസ്സിൻ്റെ ഇടയിൽ 26 റുപ്യ കൊടുത്ത് 1 കിലോ അരി ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണും. റേഷൻ കടയിൽ നിന്നാണ്. കഴിഞ്ഞ ഭരണത്തിൽ 11 റുപ്യ. ഈ അവസരത്തിൽ പറയാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഇതെൻ്റെ അഭിപ്രായമല്ല. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി മുരളീധരൻ പറഞ്ഞ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. പിന്നെ പണ്ട് കാലത്ത് കാരണവന്മാരുടെ പഴഞ്ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ച നാട് മുടിയുന്നു.